ദ റൈറ്റ് ടു ഹാവ് റൈറ്റ്സ്. എല്ലാ അവകാശങ്ങൾക്കുമുള്ള അവകാശമാണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം. പൊളിറ്റിക്കൽ ഫിലോസഫറായ അന്ന ആർണോൾഡിൻ്റെ പ്രസിദ്ധമായ ഈ വാചകം ഓർക്കാൻ കാരണം ബീഹാറിൽ നടപ്പാക്കിയ SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അത് രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അഫിഡവിറ്റ് നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷനും BJPയും ഉദ്ദേശിക്കുന്നത്? നിലപാട് വളരെ വ്യക്തമാണ്. നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, വളരെ പ്രമാദമായ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ BJPയും ഇലക്ഷൻ കമ്മീഷനും രാജ്യവ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ആളുകളെ വോട്ടവകാശത്തിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. 6.5 മില്യൺ ആളുകളെ, അഥവാ 65 ലക്ഷം ആളുകളെ ഒരു സംസ്ഥാനത്ത് നിന്ന് വോട്ടവകാശ പട്ടികയിൽ നിന്ന്, വോട്ടർ ലിസ്റ്റിൽ നിന്ന്, വോട്ടർ റോളിൽ നിന്ന് നീക്കം ചെയ്ത പ്രമാദമായ, അത്യധികം അത്ഭുതപ്പെടുത്തുന്ന നടപടിയാണ് ബീഹാറിൽ BJPയും ഇലക്ഷൻ കമ്മീഷനും പരിഷ്കരിച്ചത്, നടപ്പാക്കിയത്. അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള അജണ്ടയുണ്ട്. വോട്ടർ ലിസ്റ്റിലെ പരിഷ്കാരമല്ല BJP ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും ദലിതുകളെയും മറ്റും വോട്ടർ ലിസ്റ്റിൽ നിന്ന്, വോട്ടവകാശത്തിൽ നിന്ന് പുറംതള്ളുക എന്ന ഏറ്റവും വലിയ RSSൻ്റെ ലക്ഷ്യമാണ് ഇതുവഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ദേ ക്വസ്റ്റ്യൻ യുവർ സിറ്റിസൺഷിപ്പ്, ദെൻ ദേ ടേക്ക് അവേ ഓൾ അതർ തിങ്സ്. അഥവാ ആദ്യം അവർ നിങ്ങളുടെ പൗരാവകാശത്തെയും നിങ്ങളുടെ രാജ്യത്തെ പൗരനായിരിക്കുക എന്ന അവകാശത്തെയും ചോദ്യം ചെയ്യും. ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ ലോകചരിത്രത്തിൽ നടപ്പാക്കിയ പദ്ധതിയുടെ അതേ പാതയിലാണ് BJP സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനിലെ 15ാമത്തെ ആർട്ടിക്കിളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരു നാഷണാലിറ്റി ഉണ്ടാവുക, സിറ്റിസൺഷിപ്പ് ഉണ്ടാവുക എന്നത് അവരുടെ അവകാശമാണ്, ജന്മാവകാശമാണ്. ആ അവകാശമാണ് BJPയും RSSും ഇലക്ഷൻ കമ്മീഷൻ വഴി രാജ്യത്ത് എടുത്തു കളയുന്നത്. ബീഹാറിൽ പുറന്തള്ളപ്പെട്ട, വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട്. എവിടെ നിന്നാണ് കൂടുതൽ ആളുകളെ ഒഴിവാക്കിയത്? ബീഹാറിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള സീമാഞ്ചൽ ഏരിയകളിലെ 4 ജില്ലകളിൽ നിന്നാണ് അധികം ആളുകളെയും പുറത്താക്കിയിരിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് സീമാഞ്ചൽ ഏരിയയിലെ ജില്ലകൾ. കിഷൻഗഞ്ചിൽ നിന്ന് മാത്രം പുറത്താക്കപ്പെട്ടത് 67.89% ആളുകളാണ്. കത്തിഹാറിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ ശതമാനക്കണക്ക് 44.47%. ആര്യയിൽ നിന്ന് മാത്രം പുറത്താക്കപ്പെട്ടത് 42.95% ആളുകളാണ്. പൂർണിയയിൽ നിന്ന് മാത്രം പുറത്താക്കപ്പെട്ടത് 38.46% ആളുകളാണ്. ബീഹാറിലെ 16.87% വരുന്ന മുസ്ലിങ്ങളിൽ 15% ആളുകളും താമസിക്കുന്നത് സീമാഞ്ചലിലെ ഈ 4 ജില്ലകളിലായിട്ടാണ്. സീമാഞ്ചൽ ഏരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഒഴിവാക്കപ്പെട്ടവരുടെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളും ദലിതുകളും യാദവുകളുമാണ്. 11 ഡോക്യുമെൻറ്റുകൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾ കൈവശം വെക്കുന്ന ആധാർ കാർഡും റേഷൻ കാർഡും ബോധപൂർവം ഈ പട്ടികയിൽ നിന്ന്, ഡോക്യുമെൻറ്റുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. 12ാമത്തെ ഡോക്യുമെൻ്റായി ആധാർ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. വോട്ട് ചോർ ഗദ്ദി ചോർ, വോട്ടുകള്ള കസേര ഒഴിയൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ബീഹാറിലുടനീളം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വലിയ വോട്ട് സംരക്ഷണ യാത്ര, വോട്ട് അധികാർ യാത്ര നടത്തിയ ഒരു പശ്ചാത്തലത്തിലും ഇലക്ഷൻ കമ്മീഷനും BJPയും നരേന്ദ്രമോദിയും പ്രമാദമായ
SIRമായി മുമ്പോട്ട് പോകുന്നത് സംശയാസ്പദമാണ്. നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഇലക്ഷൻ കമ്മീഷന് നൽകുന്ന ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.